ഹലോ. അപ്പം ഞാനിങ്ങനെ ഫോൺ കുനിച്ചു പിടിച്ച് ഹലോ പറയുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഞാനൊരു പബ്ലിക് പ്ലേസിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങനെ ഹലോ പറയുന്നത്. പിന്നെ ഒരു കടയിൽ കയറി ജ്യൂസിന് ഓർഡർ കൊടുത്ത് അപ്പോഴത്തേക്ക് വട വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മുസമ്പി ജ്യൂസാണ് ഞാൻ കടയിൽ നിന്നൊക്കെ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അപ്പം കൊള്ളാം സംഭവം. നേരത്തെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നിട്ട് കുടിച്ചതേ ഉള്ളൂ. പിന്നെ അനിയന് കോളേജ് സ്ട്രൈക്കായിരുന്നു. അപ്പോൾ അവൻ ഉച്ചയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ പൊതിച്ചോറ് ഞാൻ ഇങ്ങെടുത്തു. എനിക്ക് ഈ പൊതിച്ചോറൊക്കെ കഴിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഈ പൊതിച്ചോറ് കഴിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നൊരു കാര്യം, പണ്ട് സ്കൂളിൽ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എന്ന് 2 മലയാളം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കടൽ തീരം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ലൈനുണ്ട്, ചെങ്കണ്ണ് വരാത്തവനും പൊതിച്ചോറുണ്ണാത്തവനും ജീവിത സുഖം അറിയത്തില്ലെന്ന്. അപ്പം അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം ഒരുപാട് വർഷമായില്ലേ. പിന്നെ ആ എല്ല് തുറന്നപ്പോഴത്തേക്ക് തക്കാളിക്കൂട്ടാനും പിന്നെ ക്യാരറ്റ് തോരനും നല്ല മണവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യലായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ പോയി. അവൾക്ക് വേണ്ടി ഒരു കുട്ടി ഒരു ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൾക്ക് അതിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടി ബാഗും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പം അവളെ കണ്ടോ ഇല്ലയോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയല്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.